ധാർമ്മിക മൂല്യമുള്ള സ്ത്രീയും സംസ്കാരസമ്പന്നമായ സമൂഹവും അഭിവൃദ്ധിക്ക് അനിവാര്യമാണെന്ന് രാമായണം കാട്ടിത്തരുന്നുവെന്ന് കോഴിക്കോട് മാതാമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. എല്ലാവർക്കും അവരവരുടെ ധർമ്മവും കർത്തവ്യവുമുണ്ടെന്നും രാമായണത്തിലെ മൂല്യങ്ങൾ പുതിയ തലമുറയ്ക്ക് ശരിയാവണ്ണം പകർന്നു നൽകണമെന്നും സ്വാമി പറഞ്ഞു. ഓം അമൃതേശ്വരിയേ നമഃ. രാമായണത്തെപ്പറ്റി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ അമ്മ പറഞ്ഞു, ധാർമ്മിക മൂല്യമുള്ള സ്ത്രീയും അതുപോലെ സാംസ്കാരിക സമ്പന്നമായ ഒരു സമൂഹവും ആണ് ഇന്നിൻ്റെ ആവശ്യം എന്ന് അമ്മ ഒരിക്കൽ പറയുകയുണ്ടായി. വളരെ ശരിയാണത്. ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാത്ത സ്ത്രീയും സാംസ്കാരിക സമ്പന്നമല്ലാത്ത ഒരു സമൂഹവും നിലനിൽക്കുമ്പോൾ അവിടെ ഒരു വിധത്തിലുള്ള അഭിവൃദ്ധിയോ ഐശ്വര്യമോ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ജനസമൂഹം അരാജകത്വത്തിലേക്ക് നീങ്ങിപ്പോകും. അതുകൊണ്ടാണ് ശരിയായിട്ട് ധാർമ്മിക മൂല്യമുള്ള ഒരു പുരുഷനെ, പൂർണ്ണമായ ഒരു ധാർമ്മിക മൂല്യം എങ്ങനെ ജീവിതത്തിൽ പാലിക്കാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്ന ഒരു നായകനെ വാൽമീകി അവിടെ സൃഷ്ടിക്കുന്നത്. രാമൻ എന്ന ലോകാരാധ്യനായ ആദർശത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ഒരു വിഗ്രഹം. ഇവിടെ നമുക്കറിയാം, പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ രാമായണം സ്ത്രീകൾക്കെതിരാണ്, തടകാവതമൊക്കെ അവർ പറയാറുണ്ട്. അതുപോലെ പ്രണയം അഭ്യർത്ഥിച്ച് എന്ന ശൂർപ്പണക, ആ ശൂർപ്പണകയെ അംഗവൈകല്യം വരുത്തി രാമൻ സ്ത്രീകളെ അപമാനിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അത് ശരിക്കും അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. സമൂഹം അതിനെ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ധാർമ്മിക മൂല്യമുള്ള പുരുഷൻ ഒരു സ്ത്രീ പ്രണയാഭ്യർത്ഥന നടത്തിയാൽ അയാൾ വിവാഹിതനാണെങ്കിൽ അയാൾക്കുണ്ട് ഒരു ധർമ്മമുണ്ട്. അവിടെ ആ പതിവ്രതയായ സ്ത്രീയെ സംരക്ഷിക്കേണ്ട ചുമതല, അവരോടുള്ള കർത്തവ്യം, ഇതെല്ലാം ബാധകമാണ്. അതുപോലെ സ്ത്രീക്ക് തിരിച്ചും പാതിവൃത്യം എന്നുള്ളത് ഒരു തപസ്സായിട്ട് കണ്ടിരുന്നു നമ്മുടെ നാട്. ഇവിടെ കാമചാരിണിയായ ഒരു ശൂർപ്പണകയാണ് അവിടെ പ്രണയാഭ്യർത്ഥനയുമായിട്ട് രാമൻ്റെ മുമ്പിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ രാമൻ അതിനെ ആദ്യം ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. അവൾ യഥാർത്ഥത്തിൽ രാമനെ പ്രണയിക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണ് ലക്ഷ്മണനെ ചൂണ്ടിക്കാട്ടുമ്പോൾ, എൻ്റെ കൂടെ ഭാര്യ ഉണ്ട്, ലക്ഷ്മണൻ്റെ കൂടെ ആരുമില്ല, നീ അവനോട് അഭ്യർത്ഥിക്കൂ എന്ന് പറഞ്ഞപ്പം നേരെ അങ്ങോട്ട് പോവുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആരോടും പ്രത്യേകിച്ച് പ്രണയമൊന്നുമില്ല, വെറും ഒരു കാമ വികാരങ്ങൾക്കടിമയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ സമൂഹത്തിന് നാശം വിതയ്ക്കും എന്നുള്ളതിന് തെളിവായിരുന്നു ശൂർപ്പണക. അതേ ശൂർപ്പണക തന്നെയാണ് രാവണനെ സമീപിച്ചുകൊണ്ട് അംഗവൈകല്യം വരുത്തിയ സമയത്ത് രാവണൻ്റെ മുമ്പിൽ ഗംഭീര അഭിനയം തന്നെ നടത്തുകയാണ്. രാവണൻ്റെ അതുവരെയുള്ള ഐശ്വര്യസമ്പന്നമായ ശ്രീലങ്ക അത് കത്തിയെരിയുവാൻ കാരണമായി മാറിയത് ഈ ശൂർപ്പണകയെ കൊണ്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഈ പാതിവൃത്യ ധർമ്മമൊക്കെ പരിപാലിക്കണമെന്ന് പറഞ്ഞത് വെറുതെയല്ല, സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ഒരു തലമുറയിലേക്ക് നമ്മൾ രാമായണത്തിലെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമുക്ക് അതീവ സാംസ്കാരിക സമ്പന്നമായ ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. നമ്മുടെ രാഷ്ട്രത്തിന് അതിലൂടെ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രാമായണ മാസം നമുക്ക് ഈ ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുവാനുള്ള ഒരു സമയമായിട്ട് നമ്മൾ കണ്ട് അത് അടുത്ത തലമുറയ്ക്ക് അതിലെ മൂല്യങ്ങൾ, കഥാപാത്രങ്ങളുടെ മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം എന്ന് മാത്രം അപേക്ഷിക്കുകയാണ്. നന്ദി. നമഃ ശിവായ.